ഈറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ്, ഞങ്ങളെ ഈറ്റിംഗ് മീറ്റിംഗാണ് ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഉണ്ടായത്. ഞങ്ങൾക്ക് നേരെ വിപരീത, ഞങ്ങൾക്ക് മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും കിട്ടില്ല. എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ആ തമാശ കൊണ്ടുപോയിട്ട് വളച്ച് കൊണ്ടുപോയി മതത്തിന്റെയും അതുപോലെ ജാതിയുടെയും പേരിലാണ്. ഈ 2-3 ഘട്ടകല്യാണം ഇപ്പൊ വാപ്പ അസംബ്ലിയിൽ എണീറ്റ് പറഞ്ഞു, എംപിആറെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എംപിആർ നിന്റെ കൂടെ പൊന്നാനിക്ക് പോരും, എന്നാ 2-3 ഘട്ടാന്ന് പറഞ്ഞു. ഇയാൾ സ്ഥാനാർത്ഥി ചിരിക്കാത്തതാണ്. യേശുദേവന്റെ കുരിശിൽ കയറ്റിയ ആ രൂപം മുമ്പിൽ വെച്ചുള്ള നേരത്ത് സ്ഥാനാർത്ഥിയാണെന്ന് വെച്ച് ഇങ്ങനെ വെളുക്ക ചിരിച്ചാൽ അതിന് 10 വോട്ട് അപ്പം പോകും. ഇന്ദിരാഗാന്ധി വന്നുകാണ്ട് ലീഡർ ഇങ്ങനെ എല്ലാരെയും പരിചയപ്പെടുത്തു. അറിവ് ശരിയാച്ചു അറിയോന്നോ നെഹ്റുവിന്റെ വാളല്ലേ നിങ്ങളെല്ലാം മുടി മുമ്പിൽ മുമ്പിൽ മുമ്പിൽ, അദ്ദേഹം മുടി പിന്നിലാണ്, പിന്നിൽ പിന്നിൽ. ഞാൻ അസുഖമായിട്ട് വീട്ടിൽ കിടപ്പ, അപ്പൊ ഞാൻ ചിരിച്ചുപോയി. സൗദി അറേബ്യയിൽ മുമ്പ് ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ വായിക്കുക, പടച്ചോനെ അരിവാൾ ഇവിടെ. രവിയേട്ടാ, നമ്മള് ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ 4 പേരിലേക്കും പോവാം. ഇപ്പൊ ഒരു തമാശകൾ പറയുമ്പോൾ അതിനകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതിനകത്ത് രാഷ്ട്രീയം കൃത്യമായി ഉണ്ടാവണം എന്നുള്ളൊരു തോന്നൽ രവിയേട്ടനുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പറയുന്ന തമാശ ഏത് വിഷയത്തെ ഉദ്ദേശിച്ചാണെന്ന് വെച്ചാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അല്ലെങ്കിൽ ആ തമാശ കൊണ്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ ജനങ്ങളും നമ്മളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. പ്രസംഗം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പ്രസംഗം പരിശീലിച്ച് വരുന്നതല്ല. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി പ്രസംഗകരാകുക. പ്രസംഗം ഞാനാദ്യം സ്കൂളിലൊരു പ്രസംഗം നടത്തി, നെഹ്റുവെ കുറിച്ചാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഞാൻ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായി. അപ്പം രാഷ്ട്രീയവും ഈ സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പം നമ്മളിപ്പം നേരത്തെ KM പറഞ്ഞ എനിക്ക് വളരെ ഫീൽ ചെയ്തു. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ 4 പേര് ഇവിടെ ഇരിക്കുക, നമ്മളെത്ര സൗഹൃദത്തിലാണ്. എന്നാൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണ്? എത്ര മോശമായ പെരുമാറുന്നു, എത്ര മോശം ഭാഷയാണ്. ആ ഭാഷ കേട്ടാൽ എനിക്ക് പെട്ടെന്ന് അറപ്പ് തോന്നും. കാരണം ഞാനൊരു ചാനൽ ചർച്ചയിൽ വെച്ച് വലിയ ചർച്ചയായിരുന്നു. അതിൽ MM ഹസ്സനും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഹസ്സനോട് ഞാൻ, അന്ന് കോൺഗ്രസ്, നിന്റെ പാർട്ടി എന്നൊരു വാക്ക് പറഞ്ഞു. മലബാറിൽ നിന്റെ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർക്ക് പറയാം. ഇവിടെ നിന്റെ എന്നോ നിങ്ങളെന്നോ പറയാൻ പറ്റില്ല, ഇവിടെ താങ്കൾ പറയണം. അത് പറഞ്ഞ് നിർത്തി ഉടനെ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞ് ക്ഷമിക്കണം താങ്കളുടെ പാർട്ടി. അപ്പം ഹസ്സൻ ചോദിച്ചത് നായനാർ പറയുന്ന മാതിരിയാണോ? ഞാൻ പറഞ്ഞു നായനാരും ഞാനാരും, നായനാർ മഹാൻ, ഞാനൊരു പാവം. അത് കേട്ടതിന് ശേഷം എനിക്കെന്ന് പറഞ്ഞ കോളുകൾ ചരിത്രത്തിൽ വന്നിട്ടില്ല. പല ആളുകളും വിളിക്കുക തന്നെ. കാരണം നമ്മൾ പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും ചാനൽ ചർച്ചയിൽ ഇരിക്കട പട്ടി ചെറ്റൻ, എത്ര മോശമായിട്ടാ വാക്ക് പറയുന്നത്. ഇതൊക്കെ നമ്മളെ മലയാളത്തിൽ നമ്മളൊക്കെ പരസ്പര ബഹുമാനമില്ലേ? ഏത് രാഷ്ട്രീയമാവട്ടെ. KM നേരത്തെ പറഞ്ഞ വളരെ പ്രധാനമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ആ തമാശ കൊണ്ടുപോയിട്ട് വളച്ച് കൊണ്ടുപോയി മതത്തിൻ്റെയും അതുപോലെ ജാതിയുടെയും പേരിലാക്കുക. എന്തിനു വേണ്ടി? അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ? ആ രാഷ്ട്രീയത്തിന് മനുഷ്യന്റെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുക. ആ രാഷ്ട്രീയ ബോധം നമുക്ക് വേണ്ടേ? അതില്ലെങ്കിലോ? നിങ്ങൾ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയാണ്. മാത്രമല്ല ചിലർ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് ഒന്നും ആലോചിക്കില്ല ജോണെ. ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പൈസ, നമുക്ക് ഭരണമില്ലല്ലോ. അപ്പോൾ ഭരിക്കുന്നതിനാ പൈസക്ക് ഉണ്ടാക്കാനാണ്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ കയ്യിൽ പൈസ, ഭരണമില്ലല്ലോ. ഒരു നേതാവ് പറയുക, ഞാൻ ആലോചിക്കുക, എന്താലോചിച്ചത് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിന്, നമ്മളൊക്കെ രാഷ്ട്രീയത്തിന് വരുന്ന വല്ല ആലോചിച്ചാണോ? ഒന്നുമില്ല. അതുപോലെ സ്ഥാനം മോഹിച്ചാണോ? ഒരിക്കലുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം മന്ത്രിയായിരിക്കും അവിടെ പോയി മത്സരിക്കുമ്പോൾ എന്നോട് KM അവിടെ വെച്ച് എന്നോട് പറഞ്ഞ്, ഞാനിത് എനിക്ക് തീരെ ഒരു തൃപ്തിയുള്ളതല്ല, എന്നാലും പോകാതിരിക്കാൻ പറ്റുമോ? പാർട്ടി പറയില്ലേ. ഇതൊക്കെ നമ്മളറിയാത്ത ഓരോ പൊതുപ്രവർത്തകന്റെയും മനസ്സിനകത്തുള്ള തീക്കനൽ നമുക്കറിയില്ല. എന്ത് ചിരിച്ചാലും തിരക്കേണ്ട. ആ തീക്കനൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അനിവാര്യമാണ്. പക്ഷേ എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് വേണം, പരസ്പര ബഹുമാനം വേണം. രാഷ്ട്രീയത്തെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ കാണണം.
അത് കാണാത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയം കാപട്യ രാഷ്ട്രീയമാണ്. അതെനിക്ക് പറയാം. കാരശ്ശേരി മാഷെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനകത്ത് CH കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഓർമ്മകൾ പറയുമ്പോൾ CH പറഞ്ഞൊരു തമാശയായിട്ട് പറയുന്നത്, ലീഗിന്റെ അണിയായിരിക്കാൻ സഹനശക്തി മാത്രം പോരാ, ദഹനശക്തി കൂടി വേണം. അപ്പൊ ഞാൻ പറയുന്നത് ഇത് സ്വന്തം അണികളെ കുറിച്ച് പറയാണ്. അത് ഇക്കാലത്ത് അങ്ങനെ പറയുമ്പോൾ അവരെ ഏത് തരത്തിലായിരിക്കും എടുക്കാന്ന് ബഷീർ സാഹിബ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അല്ല, അത് നല്ല സ്പിരിറ്റ് എടുത്തോളല്ലോ. കാരണം മലബാറിലെ സഹനശക്തിയുമാണ് ധനശക്തിയുമാണോ? കാരണം നമ്മളെ ഒരു പ്രധാന ഘടകമാണല്ലോ. പക്ഷെ ഞങ്ങളെ പറ്റി ഇപ്പം പന്നീർസാറിന്റെ പാർട്ടി ആണെങ്കിലും CPന്റെ പഴയ പാർട്ടി ആണെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ് എന്നാ പറയും, അല്ലേ ചേട്ടാ? നമ്മളെ പറ്റി അങ്ങനെയാണ് പറയും. അപ്പോ ഈറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ്. അപ്പം ഞങ്ങളെ പാർട്ടിനെ പറ്റി പറഞ്ഞു, ഞങ്ങളെ ഈറ്റിംഗ് മീറ്റിംഗ് ആണ് ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഉണ്ടായത്. മറ്റേത് കുറെ ചർച്ച 3 ദിവസം നടക്കുന്നുള്ളൂ. അപ്പോ ഞങ്ങൾക്ക് നേരെ വിപരീത, ഞങ്ങൾക്ക് മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും കിട്ടില്ല. അപ്പോ ഇവിടെ മനുസാറ് പറഞ്ഞ മാതിരി മുമ്പൊക്കെ ഞാന് ഇപ്പോ വാപ്പാനെ കണ്ടതാണ്. ഇപ്പോ അന്ന് വെച്ചാൽ പ്രതിപക്ഷം ഭരണപക്ഷ MLA-മാരാണെങ്കിൽ MLA കൂട്ടത്തിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും. ക്യാൻറ്റീനിലാണെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും, ഒരുമിച്ച് സിനിമക്ക് പോകും. അതേപോലെ നല്ല സൗഹൃദങ്ങള്, കുടുംബങ്ങൾ തമ്മിൽ ബന്ധം. ഇപ്പൊ ഞാന് ഇതൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. വാപ്പാനെ കണ്ടു വളർന്നതാണ്, CH കണ്ടു വളർന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോ നാലാറ് കൊണ്ട് വാപ്പയുടെ അടുത്ത് വന്നതിന് ലീഡർ പറഞ്ഞാല് നമ്മളെ വാപ്പാന്റെ പറ്റായിരുന്നു. എനിക്ക് എന്റെ വാപ്പാന്റെ സ്ഥാനത്തായിരുന്നു. ഒരിക്കലും പത്മചേച്ചിനെ പറഞ്ഞിട്ടുണ്ട്, MBR-ഉം വാപ്പയും അസംബ്ലിയിൽ ഭയങ്കര വാക്ക് പോലുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം MBR ഈ ശരീരത്തിൽ വിവാദം വന്നപ്പോ ഈ 2-3 ഘട്ടങ്ങളിലാണപ്പോ വാപ്പ അസംബ്ലിയിൽ എണീറ്റ് പറഞ്ഞു, MBR അങ്ങനെ ഒരു ബുദ്ധിമുട്ട് MBR നിന്റെ കൂടെ പൊന്നാനിക്ക് പോരും, എന്നാൽ 2-3 ഘട്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ തമാശ പറഞ്ഞാൽ അവർക്ക് നല്ല സൗഹൃദം. ഇന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്താണ്, മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, അങ്ങനെയൊക്കെ അല്ലേ? അതൊരു സ്പിരിറ്റ് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പം ലീഡർ ഇപ്പം പത്മചേച്ചി പ്രാവശ്യം പറഞ്ഞു, അച്ഛൻ 3 പ്രാവശ്യമാണ് കരയണ ഞാൻ കണ്ടതെന്നാണ്. ഒന്ന് അമ്മ മരിച്ചപ്പോൾ, ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ, ഒന്ന് CDAജി മരിച്ചപ്പോൾ. അപ്പൊ അത്ര ആത്മബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ PS ശ്രീനിവാസൻ സാറ് CPI, അതുപോലെ തന്നെ പിന്നെ നായനാര്, അതിൽ MBR, ഇങ്ങനെ പല നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് പോകും. ഒരു കമ്മിറ്റി വന്നാൽ ഞാനിപ്പോഴും നമ്മുടെ KV സുരേന്ദ്രനാഥ് ആശാൻ അവരൊക്കെ നമ്മളെ വാപ്പയിലൊക്കെ ബന്ധം ഒക്കെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. ഇപ്പൊ നമ്മുടെ നായനാരും കരുണാനിസാറും തമ്മിലെ ആത്മബന്ധം എത്രയായിരുന്നു എന്ന് നമുക്ക് ആർക്കും മനസ്സിലായിരുന്നു. അത് 4 പ്രാവശ്യം കരുണാനിസാറും എഴുതിയപ്പോഴല്ലേ അങ്ങനത്തെ ഒരു ബന്ധം ഇപ്പം ഇല്ല. ഞാൻ 2013 ഇപ്പൊ MLA വന്നതിന് ശേഷം ഏത് സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും അവരവരെ വഹിക്കാണ് പോകും. മറ്റെല്ലാവരും ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പൊ ഒരാളെ എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ച് തന്നെ വേണം. അങ്ങനെ ബന്ധമില്ല, ഒരു കൂടിയ ആളില്ല, ഉള്ളു തുറക്കൂല. എന്താ കാലത്തിന്റെ മാറ്റം തന്നെ. പണ്ടൊക്കെ ഇപ്പൊ വെച്ചാൽ അവനാനും പെണ്ണുങ്ങളും 2 കുട്ടികളും എന്ന് പറഞ്ഞ മാതിരി അത് എല്ലായിടത്തും എത്തിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, അവന്റെ കൂട്ടുകുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല, അതിലിപ്പോ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ വരുന്ന ചില കമന്റുകളൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ തമ്മിൽ എന്തിനാ അഭിപ്രായ വ്യത്യാസം, ആശയത്തിലാണ് അഭിപ്രായ വ്യത്യാസം, അല്ലാതെ നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്ത് കൈയേറുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിന്റെ ആ ഇഷ്യൂ കഴിഞ്ഞാൽ ഒരുപാട് സൗഹൃദം പങ്കുവയ്ക്കണ്ടേ. ഇപ്പൊ തന്നെ ഒരു കല്യാണം വന്നു, നമ്മൾ പാർട്ടി നോക്കിയിട്ടാണോ കല്യാണത്തിന് പോവുക? ഒരു മരണം വന്നു, നമ്മൾ പാർട്ടി നോക്കിയിട്ടാണോ? ഇത് അങ്ങനെയൊക്കെ പോയാൽ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വൃത്തികെട്ട കമന്റുകൾ അതൊരു പ്രധാന ഘടകമാണ് ഇപ്പോഴും. അത് നമ്മുടെ സംസ്കാരം എങ്ങനെ പഴയ സംസ്കാരത്തിന് പുതിയതിലേക്ക് പോകുമ്പോൾ വരുന്ന വ്യത്യാസം. അതിൽ ഈ സോഷ്യൽ മീഡിയയുടെ ചില മോശം വശങ്ങളിലൊന്നാണ്. ഞാൻ പറയാം, ഞാനും റഹീമും ഞങ്ങൾ 2 പേരും സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു, പാർലമെന്റ് അംഗങ്ങൾ. ഞങ്ങൾ മറ്റേ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ചിരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തതിനെ പറ്റി പിന്നെ വരുന്ന ചീത്തവിളിയാണ്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തകരോടെ കൊല്ലുമ്പോൾ ഇരുന്ന് ചിരിക്കുക, കപ്പിയും കുടിച്ചിട്ട്. ഇങ്ങനത്തെ വർത്താനമാണ് വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ കണ്ടാൽ മിണ്ടരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കമന്റുകൾ വരുന്നത്. അങ്ങനെ പോയാൽ ശരിയാവും, മനുഷ്യബന്ധങ്ങൾ ഇല്ലാതാവില്ലേ? മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് ഇരിക്കും കേട്ടോ, പക്ഷെ അതിന് സോഷ്യൽ മീഡിയയിൽ വരുന്ന വൃത്തികെട്ട കമന്റുകളുണ്ട്. അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം. സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരുപാട് ചാനലാണ്. ഇപ്പം ഈ കാണുന്ന ചാനലുകളെല്ലാം
ഒരുപാട് യൂട്യൂബ് ചാനലാണ്. ഇവർക്ക് ഇവർക്കൊരു നാഥനില്ലാതെ ഒരുപാട് പേരുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരെന്ന് പറയാൻ ജനസേവകന്മാരാണ്. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യരുത്. അതന്നെ അത് മൈൻഡ് ചെയ്യാതെ പിന്നെ BK ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യാതെ ഞാനും അതിന്റെ നമ്മൾ പരിപാടിയല്ല. തമ്മിലൊരു ബന്ധമില്ലേ, ആ ബന്ധത്തിന് കാണിക്കേണ്ട ഞാൻ പറയുന്നത് അത്രയും വന്നൊരു മാറ്റായ അതാ മാറ്റം ശരിയാണ്. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ബഷീർജി, എനിക്ക് തോന്നിയ ഒരു കാര്യം രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് അഭാവമുണ്ട് എന്ന്. ഏത് പാർട്ടിയായാലും രാഷ്ട്രീയ വിദ്യാഭ്യാസം അനിവാര്യമാണ്. കാരണം രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പുതിയ തലമുറ എങ്ങനെയാണ് പോകുന്നത്? എന്താ അവരെ ചിന്ത, എന്താ പുതിയ തലമുറ? നമ്മൾ ആലോചിക്കണ്ടേ? നമ്മളെ കേരളം ഒരുപാട് മാറി. അല്ല, ഇപ്പൊ രവേട്ട ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ പുതിയ കാലം എന്ന് പറയുമ്പോഴേ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ കുറിച്ച് എനിക്ക് 4 പേരുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ സമയം പരിമിതി ഉണ്ട്. അപ്പൊ രവിയേട്ടനിൽ തന്നെ തുടങ്ങാം. എങ്ങനെയാണ് പുതിയ കാലത്തിന്റെ ഒരു രാഷ്ട്രീയ വീക്ഷണം, അവരുടെ രാഷ്ട്രീയ വീക്ഷണമൊക്കെ എങ്ങനെയാണ്? രവിയേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ അത്? അല്ല, പുതിയ തലമുറ ഞാൻ എങ്ങനെ മോശമാന്ന് പറയല്ല. പുതിയ തലമുറക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ്. അവർക്കാണെങ്കിൽ പഠിച്ചാൽ ഒരുപാട് മുന്നോട്ട് പോകാനുള്ള, ഈ ലോകത്തിൽ എവിടെയും പോകാനുള്ള വാതായനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ മാറിയിട്ടുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് അവരെ സോഷ്യൽ സയൻസും ഹിസ്റ്ററിയും പഠിപ്പിക്കണം. നമ്മൾ ഹിസ്റ്ററി പഠനം വളരെ അനിവാര്യമാണ്. നമ്മൾ എന്താണ് ഇന്ത്യ, എങ്ങനെ ഉണ്ടായി, എന്താണ് നമ്മുടെ മലപ്പുറത്ത് നടന്ന പഴയ കാലത്ത് 1920 കലാപം, നമ്മൾ ഇവിടെ നടന്ന സമരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറുപ്പക്കാരറിയണ്ടേ? പഴയ കവിതകൾ വായിക്കണം, കഥകൾ വായിക്കണം. ഇപ്പൊ വായനയുടെ കാര്യത്തിൽ ഇപ്പം ഇതിൽ മാത്രമായി ഇപ്പൊ വായന, സോഷ്യൽ മീഡിയയിൽ മാത്രമായി വായന. പുസ്തകങ്ങളുടെ വായന ഇപ്പൊ എത്രത്തോളം നിങ്ങളൊന്ന് പരിശോധിക്കണം. വളരെ കുറഞ്ഞു വരിക. നല്ല പുസ്തകങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് ചോദിച്ചാൽ കുറെ വരുന്നുണ്ട്. കോവിഡിന് ശേഷം സ്ഥിതി മാറി. ഞാനൊരു സ്റ്റാളിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെയുണ്ട് പത്രവിൽപ്പന. അപ്പൊ എന്നോട് പറയാന്ന് നേരത്തെ പോകുന്നതിന്റെ 10% ഇപ്പൊ പോകുന്നില്ല. അതും കോട്ടയത്താണ്. അല്ല രവിയേട്ട, ഇതിനകത്തൊരു തീർത്തെന്ന് പറഞ്ഞാൽ പത്രം വായിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് വിവരങ്ങൾ അവർക്ക് അതിനേക്കാൾ വേഗതയിൽ ഒരുപക്ഷെ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടാനുള്ള ഇപ്പം പല പല സങ്കേതങ്ങൾ ഉണ്ടാവാം. കൂടുതൽ ആഴത്തിലുള്ള വായനയ്ക്കും ആഴത്തിലുള്ള പഠനത്തിനും മാത്രമേ തടസ്സങ്ങളുണ്ടാവും, പക്ഷെ പലതും കിട്ടുന്നുണ്ടാവല്ലോ. അപ്പം ഇപ്പൊ ഓരോ ആളുകളും ഓരോ എഡിറ്റർമാരായി മാറുന്ന ഒരു കാലം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സാധ്യത കൂടി അതിനകത്തുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഞാൻ ജോണേട്ടനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ രാഷ്ട്രീയമായ പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളെയും നോട്ടങ്ങളെയൊക്കെ എങ്ങനെയാണ് ജോണേട്ടൻ നോക്കുന്നത്? ഇപ്പൊ പുതിയ തലമുറക്കാരില്ലാത്തൊരു ദോഷം ഈ പാനൽ ഞാനുണ്ട്. നിങ്ങൾ മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയക്കാരില്ല. പുതിയ തലമുറ എന്ന് പറയുമ്പോ അവര് ടോപ്പിലില്ല, മിക്കവരും ടോപ്പിലില്ല. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നവരൊക്കെ 70 കഴിഞ്ഞവരും 70 ആവാൻ പോകുന്ന ഞങ്ങളുടെ പോലുള്ള ആൾക്കാരുമാണ്. ഒരു പ്രധാന കാരണം ആളുകളുടെ ലോഞ്ചിവിറ്റി കൂടി. ഇപ്പൊ 80 വയസ്സായ ആളെന്നൊക്കെ പറഞ്ഞാൽ ഓടി നടക്കുന്ന ഒരു കളിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ 80 വയസ്സിലധികം ഉള്ളവര് ഇപ്പോ 85 വയസ്സായ ആൾക്കാർ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യമുണ്ട്. പക്ഷേ പുതിയ തലമുറ, നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ എല്ലാവരും ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ ജനിച്ചവരാണ്. ഞങ്ങൾ ന്യൂക്ലിയർ ഫാമിലിയിൽ ജനിച്ചവരല്ല. 2 കുട്ടികളുണ്ടായിട്ടുള്ള കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അവരുടെ നോട്ടങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ അവരെ കുറിച്ച് പറയുന്നത് അവര് എല്ലാ കാര്യങ്ങളും അവർക്ക് എൻറ്റൈറ്റിൽഡ് ആണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. കിട്ടിയത് വലിയ കാര്യമായിട്ടൊന്നല്ല, കിട്ടിയതല്ല കാര്യം, അത് എൻറ്റൈറ്റിൽഡ് ആണ്. എനിക്ക് എഡ്യൂക്കേഷൻ കിട്ടി എന്നുള്ളത് അതിന് അത്ഭുതം, അതെനിക്ക് കിട്ടേണ്ടതാണല്ലോ. പക്ഷെ കിട്ടാത്ത വിഷയങ്ങളാണ് പ്രധാനം. ഞങ്ങളുടെ കാലത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സിന് വേണ്ടി ഇങ്ങനെ ഒന്നുമില്ല. ബസ്സിൽ കയറാൻ പോലും 10 പൈസ കൊടുക്കാനില്ല. അപ്പൊ അതിനൊക്കെയാണ് സമരങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ തലമുറ ഒരു വേറൊരു ലോകത്താണ് അവരുള്ളത്. അപ്പൊ അതില് അവരെ കുറിച്ച് വിമർശിച്ചിട്ട് കാര്യമില്ല. അവര് നല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഞങ്ങള് കാലത്തുള്ള ക്ലാസ്മേറ്റ്സ്, ഇപ്പൊ എന്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് എനിക്ക് ദീർഘകാലം ബന്ധമില്ലാതായി. ഞാൻ BSc പഠിക്കുമ്പോഴുള്ള ക്ലാസ്മേറ്റ്സ് 77 പിരിഞ്ഞവര്, അവരൊന്നും പിന്നെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ ചെറുപ്പക്കാരായ ആളുകളൊക്കെ അവര് ഡേ ടു ഡേ ബേസിൽ അവര് തമ്മിലൊക്കെ കാണുകയും ഈ ഡിജിറ്റലായിട്ട് സംസാരിക്കുകയും മീറ്റിംഗ് പോവുകയും എക്സ്കർഷന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ രീതികൾ വേറെയാണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കൂടെ പറയട്ടെ, പറഞ്ഞൊരു കാര്യം ഞാനത് പറയായിരുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സ്, അതിൽ തന്നെ ഒരു പൊളിറ്റിക്സ് ആണ്. അതിൽ വരുന്ന ബാഡ് വേർഡ്സ്
തെറിവാക്കുകൾ, ആ തെറിവാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളിപ്പോ നമ്മൾ നിയമസഭയുടെ ഒരു സെഷനിലാണ് ഇരിക്കുന്നത്. അത് നിയമസഭയിൽ ഒരു പ്രമേയം എന്ന് പറഞ്ഞ പോലെ ഒരു ഏകകണ്ഠമായ ഒരു പ്രമേയം അവതരിപ്പിക്കണം. ഇത് ടെക്നിക്കലായിട്ടല്ല. എല്ലാ പാർട്ടികളും എൻ്റെ പാർട്ടിക്ക് വേണ്ടി ആരും തെറി പറയണ്ട, എൻ്റെ പാർട്ടിക്ക് എതിരും തെറി പറയണ്ട. ഇനി എൻ്റെ പാർട്ടിക്ക് വേണ്ടി തെറി പറയുന്നവർ പോലും നമ്മുടെ പാർട്ടിക്കാരല്ല, അതും എതിരാളികളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ തെറി തിന്നില്ലേ. പക്ഷെ അതാരും പറയാൻ തയ്യാറില്ല. ഇപ്പൊ ബഷീർ സാഹിബിനോട് ചോദിച്ചാൽ ഇപ്പോ ഈ ലീഗ് ശരിക്ക് ഇനിയിപ്പം വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരെ നന്നായിട്ട് പരിഗണിക്കുമോ? നമുക്ക് പുതിയ തലമുറയിനൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ? അതിപ്പോ എല്ലാ പാർട്ടി ഞങ്ങളൊന്നും പരിഗണിക്കലുണ്ടല്ലോ. ഞങ്ങൾ 900 MP കുഞ്ഞാഴ്ച സാഹിബിന്, സൂപ്പി സാഹിബിന്, മജീദ് സാഹിബിന്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലല്ല ആ ചെറുപ്പക്കാരുന്നുണ്ട്. കഴിഞ്ഞ 2011 ഞങ്ങൾ ഒരുപാട് ചെറുപ്പക്കാരെ വിളിച്ച് 2016, 2020 അനുഭവ സമ്പത്ത് വേണം, പരിചയ സമ്പത്ത് വേണം, യുവാക്കൾ വേണം, വനിതകൾ വേണം, എല്ലാവരും വേണം. ഒരു കൂട്ടർ ഒന്നായിട്ടാണ് ഒഴിവാക്കിയിട്ട് വേറെ പുതിയ കൂട്ടർ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്താൽ തിരുവനന്തപുരം വേറെ മാതിരിയാവും. എല്ലാവരും വേണ്ടേ? ഈ അനുഭവ സമ്പത്തിൻ്റെ ഒരു വേണം. കാരണം ചെറുപ്പം വേണം, പരിചയ സമ്പത്ത് വേണം, ഭരണപരിചയം വേണം, ഒരു സംഘടന കൊണ്ടു നടക്കാനുള്ള പരിചയം വേണം. അപ്പൊ ആകുമ്പോഴല്ലേ നടക്കുള്ളൂ. ഒരു ചാനൽ, നിങ്ങൾ ചാനൽ നടത്തി, ആ ചാനൽ നടത്തണമെങ്കിൽ കുറച്ച് അനുഭവം വേണ്ടേ, പൈസ മുടക്കണമെന്നും വേണ്ടേ, കുറച്ചൊരു ഐഡിയ. അങ്ങനെയാണ് പാർട്ടികൾ എല്ലാവരും വേണം. മുരളി സാറിനോടും കൂടി ആ ചോദ്യം, ഈ പുതിയ ആളുകൾ വരുന്നതിനെ കുറിച്ചും ഇത്തവണ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകും. ഇപ്പൊ ഈ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നിർത്തുന്ന സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനാവട്ടെ പ്രായം ചെന്ന ആളാവട്ടെ, ആ സ്ഥലവുമായി ഒരു ബന്ധമുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറേ ചെറുപ്പക്കാരെ നിർത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇലക്ഷനിൽ ചെറുപ്പക്കാരെ ഞങ്ങളാണ് നിർത്തിയത്. പക്ഷെ 1-2 പേര് മാത്രമേ ജയിച്ചു. കാരണം പെട്ടെന്ന് നമ്മളൊരു ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ച് ഇറക്കിയാൽ ഇപ്പോൾ ജനം പഴയതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തടവുകാരല്ല. സ്വതന്ത്രമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ജനതയാണ് ഇന്നത്തെ ജനത എന്നുള്ളത്. കാരണം അവരെല്ലാം വീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒരു കോൺഷ്യൻസിയുടെ ഇതനുസരിച്ച് ഉള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അംഗീകാരം കിട്ടും. ചെറുപ്പക്കാരും വേണം. ചെറുപ്പക്കാർക്ക് നമ്മൾ കുറേയൊക്കെ പരിശീലനം കൊടുക്കാനുണ്ട്. യങ് ജനറേഷന് നേരത്തെ പറഞ്ഞില്ല, എന്താണ് യങ് ജനറേഷൻ? അവർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം അവർക്ക് ചരിത്രം പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം, നേരത്തെ ശ്രീ പന്ന്യൻ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ ഒരു തലമുറയെ നമ്മൾ ഇപ്പോഴേ വാർത്തെടുക്കുക. പെട്ടെന്ന് കൊണ്ട് ഇലക്ഷനിൽ 50% ശരിയാണ്, ഞാനത് സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഈ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥി ചെറുപ്പമാണെങ്കിലും പ്രായം ചെന്ന ആളാണെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതിനുള്ള പരിശീലനം ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരന് കൊടുക്കുന്നു. ഇന്ന സ്ഥലത്ത് പോയി നോക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ, സ്ഥാനാർത്ഥി എന്ന് പറയണ്ട. അങ്ങനെ നമ്മൾ ചുമതലപ്പെടുത്തിയാൽ കുറെയൊക്കെ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടും. അല്ല ഇപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാർ വേണം. പക്ഷേ എന്ന് വിചാരിച്ച് പരിചയസമ്പന്നരെ മാറ്റി നിർത്തുന്നത് ഒരു ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ഈ അനുഭവ സമ്പത്തുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ പാർട്ടി അവിടെ ആഹ്വാനം ചെയ്താൽ ആ പാർട്ടിന്റെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറി. ഇപ്പൊ ഒരു 40-50% പാർട്ടി കൊണ്ടേക്കും. പിന്നെ സ്ഥാനാർത്ഥിന്റെ മികവ്, സ്ഥാനാർത്ഥിന്റെ പരിചയം, സ്ഥാനാർത്ഥിന്റെ ജനകീയത, കഴിവ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഉള്ള സാധനം. ഇപ്പൊ പഴയമാതിരി ഒരു പാർട്ടി പറഞ്ഞാൽ തന്നെ ഒന്നായിട്ടാണ് വോട്ട് ചെയ്ത് ജയിക്കുന്നതിന്റെ അരുതുണ്ട്. പിന്നെ മുന്നേറ്റം പറഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ വർഷം 47 ആൾക്കാര് സ്ഥാനാർത്ഥികളാക്കി, പുതുമുഖങ്ങള് 45 ആളൊന്നും കിട്ടും. ചിരിന്ന് പോയി ചിരിന്ന് നമുക്ക് ഉണ്ടാക്കാം. ചിരിയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മള് രാഷ്ട്രീയത്തിലെ ചിരി എന്നുള്ള വിഷയം. അപ്പൊ രാഷ്ട്രീയത്തിലെ ചിരി ശരിക്കും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ കുറിച്ച് ഒരു പരാതി എല്ലാവരും പറയാറുള്ളത് സ്ഥാനത്തും അസ്ഥാനത്തും ചിരിക്കുന്ന. പക്ഷെ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ചിരി വന്നാലേ ഞാൻ ചിരിക്കാറുള്ളൂ. ആത്മാർത്ഥമായിട്ട് ചിരി വന്നാലേ ചിരിക്കാറുള്ളൂ. ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ചിരിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്ത് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം. അപ്പോൾ സ്ഥാനാർത്ഥിയും എല്ലാ പള്ളികളും പോകണം, അമ്പലങ്ങളൊക്കെ പോകണം. അപ്പോൾ ഒരു പള്ളിയിൽ ചെന്നു. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ഈ യേശുദേവന്റെ രൂപം കിടത്തിയിരിക്കുകയാണ്, കുരിശിൽ തറച്ച രൂപം. അപ്പം അതിൻ്റെ മുമ്പിൽ എല്ലാവരും കാണിക്കുകയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വെക്കുക. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചില ആൾക്കാർ കമന്റ് പറയും, ഇയാൾ സ്ഥാനാർത്ഥിയായിട്ട് ചിരിക്കാത്തതാണ്. യേശുദേവന്റെ കുരിശിൽ കയറ്റിയ ആ രൂപം മുമ്പിൽ വെച്ചുള്ള നേരത്ത് സ്ഥാനാർത്ഥിയാണെന്ന് വെച്ച് ഇങ്ങനെ വെളുക്ക ചിരിച്ചാൽ അതിന് 10 വോട്ട് അപ്പം പോകും. പക്ഷെ ചിരിക്കാതിരുന്നപ്പോഴോ ഇയാൾക്ക് വോട്ടൊന്നും വേണ്ട, അവർ ജയിക്കണം എന്നില്ല എന്നുണ്ട്. അങ്ങനത്തെ ഇപ്പോഴത്തെ ചില കമന്റുകൾ.
അപ്പൊ ചിരിയെന്ന് ഞാൻ മരിച്ച വീട്ടിൽ ചെന്നാൽ എത്ര പരിചയക്കാരെ കണ്ടാലും ഞാൻ അങ്ങനെ ചിരിക്കാറില്ല. കാരണം മരിച്ചൊരു വീടാണ്, ദുഃഖത്തിലിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ അവിടെയും കയറി ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാണ് എന്നാ ചെയ്തപ്പോൾ അവർ ചിരിക്കുമ്പോൾ ഒന്ന് ഞാൻ ആത്മാർത്ഥയാണെങ്കിൽ ഞാൻ ചിരിക്കാറുള്ളൂ, സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും. ഇനി ചിരിക്കുകയാണെങ്കിൽ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. മരിച്ച വീട് അവിടെ കല്യാണ വീട്ടിൽ ചിരിച്ചാൽ അവിടെ ചിരിക്കാം, വേണമെങ്കിൽ കല്യാണ വീട്ടിൽ ചെന്നിറങ്ങിയാൽ തിരിച്ചു കയറുന്നവർ ചിരിക്കാം, ഒരു കുഴപ്പമില്ല. അത് ചിരിയുടെ ഇതാണ്. സദ്യയും ഒക്കെ ആയിട്ട് ചിരി നന്നായിട്ട് ചിരിക്കാം. പക്ഷെ അതുപോലെ എല്ലാവരും മരിച്ച വീട്ടിൽ കയറിപ്പ് ചിരിക്കട്ടെ. അല്ല, രാഷ്ട്രീയത്തിലെ ചിരി എന്ന് പറഞ്ഞാൽ ചിരിക്കും പരിമിതിയുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാം. പാർട്ടി തീരുമാനിക്കുന്ന പറയാതിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. പാർട്ടി തീരുമാനിക്കുന്ന പറയാതിരിക്കണം എന്നുള്ളത്. ജോണാട്ടൻ എവിടെയായിരിക്കും മത്സരിക്കുക? എന്താണ് തീരുമാനമായോ? ഇതിന് ചിരിയായിട്ട് ഒരു ബന്ധമുള്ള എന്നാ ചിരിയായിട്ടുള്ള ബന്ധമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറയും, ഒരു മനസ്സോടെ നീങ്ങുക എന്നുള്ളതാണ് പറയേണ്ടത്, അല്ലാണ്ട് ഒറ്റക്കെട്ട് എന്ന് പറയും. ഒറ്റക്കെട്ടായി നീങ്ങുക എന്ന് പറയുന്നതിനേക്കാളും ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയേണ്ടത് ഒരു മനസ്സോടുകൂടെ നീങ്ങുക എന്നുള്ളത്. അല്ല, ഇടയ്ക്ക് നമ്മളെ വിട്ടുപോയൊരു കേസുണ്ട്. നമ്മള് BS വിട്ട് ഈ ചിരിയുടെ കാര്യം പറയുമ്പോൾ BS മറക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഭാഗമുണ്ട്. BS എന്നെ പറ്റി പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് ഞാൻ മുമ്പ് ആ ഇടുക്കിയിൽ ഒഴിപ്പിക്കലുമായിട്ട് BS കുറിച്ച് പറഞ്ഞു. കോട്ടിട്ടയാളും മുകളിലുള്ള ആൾ, മുകളിലുള്ള ആളെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, കോട്ടിട്ടയാള് മറ്റവൻ സുരേഷ് കുമാർ. അപ്പൊ അത് പറഞ്ഞ് അന്ന് BS മറുപടി പറഞ്ഞില്ല. പ്രസ് ക്ലബ് വെച്ച് BS പറഞ്ഞ് എന്നെക്കുറിച്ച് മുമ്പൊരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ അറിയല്ലോ ആരാ, ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളെല്ലാം മുടി മുമ്പിൽ മുമ്പിൽ മുമ്പിൽ, അദ്ദേഹം മുടി പിന്നിലാണ്, പിന്നിൽ. ഞാൻ അസുഖമായിട്ട് വീട്ടിൽ കിടപ്പ, അപ്പൊ ഞാൻ ചിരിച്ചുപോയി. ചിരി എന്ന് പറയുന്നത് ഇതാണ് ചിരി. മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചിരി അങ്ങനെ വരുന്ന അത് ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടില്ല. BS ആ കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു ലീഡറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ പിന്നെ ആലോചിച്ച് ചിരിക്കും. നമ്പാടൻ മാഷ് സീതിയാഴ്ച സാഹിബിനെ കുറിച്ചുള്ള ഒരു തമാശ, മേനക ഷേണായിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിൽ കയറുമ്പോൾ നമ്പാടൻ മാഷ് ഈ സിനിമ അന്നത്തെ കാലത്ത് ഇറങ്ങിയ സിനിമകളെ ചേർത്ത് രാഷ്ട്രീയം പറയാം. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. വാപ്പാനെ പറ്റി പല കഥകളും പറയാം. മടമാശാല് എറണാകുളത്ത് വാപ്പ 73, 74 ബസ് കയറിയപ്പോ ഒരാൾ ടിക്കറ്റ് എടുത്തപ്പോൾ മേനകാന്നാണ്, ഒരാൾ പറഞ്ഞ കവിത ആണ്, ഒരാൾ ഷേണായി ആണ്. വാപ്പാനോട് പറഞ്ഞു സിരിയാജി എന്ന് പറഞ്ഞു. വാപ്പാനെ പറ്റി പല കഥകളുണ്ട്. അപ്പൊ ഇന്ദിരാഗാന്ധി വന്നുകാണ്ട് ലീഡർ ഇങ്ങനെ എല്ലാരെയും പരിചയപ്പെടുത്തു, ഇത് സിരിയാജിയാണ്. അപ്പൊ അറിയ സിരിയാജി അറിയോന്നോ, നെഹ്റുവിന്റെ വാളല്ലേ നിങ്ങൾ? അല്ല അതുപോലെ സാഹിബ്, അപ്പൊ നെഹ്റുവിന്റെ നാളല്ലാന്ന്. അതേപോലെ വാപ്പാനെ പറ്റി പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ചിരിച്ചടയല്ലേ ശരി കിട്ടിയില്ലാന്നല്ലേ പറഞ്ഞു. ഒന്നും കൂടി ഞാൻ പറയും. വാപ്പാനെ പറ്റി തന്നെ വാപ്പാനോട് ഞങ്ങൾ പറയുന്നുണ്ട്, വാപ്പി അത് ആസ്വദിക്കാറുണ്ട്. വാപ്പാനെ പൊടിച്ചെന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് ഒരാൾ ചിരിച്ചട്ടെ അങ്ങനെയെങ്കിലും ചുരുക്കുമല്ലോ എന്നുള്ളതിനാണ് വാപ്പാനെ പൊടിച്ചിട്ടുണ്ടായത്. അപ്പൊ വാപ്പ ഫ്ലൈറ്റ് കയറിയപ്പോ എയറോസിസ്റ്ററിന്റെ വെയിറ്റ് ആണ്. അപ്പം മറ്റേ ഗോവണി വരണം, സ്റ്റെയർ കേസ് വരണം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ വെയിറ്റ് 62 കിലോമീറ്റർ ചാർജ്. അല്ല അതുകൊണ്ട് സാഹിബ്, ഞാനൊരു വേറെ ഭയങ്കര ഒരു തമാശ ഞാൻ പറഞ്ഞു സീതിയാഴ്ച സാഹിബ് വാപ്പാനെ പറ്റി കോളേജ് കുട്ടികൾ ഉണ്ടാക്കുന്ന തമാശ. അല്ല ഇത് വേറൊരു തമാശ ഞാൻ കേട്ടതേ. ഈ സാഹിബ് ഇങ്ങനെ പോകുമ്പോ കേരള യൂണിവേഴ്സിറ്റിന്റെ അടുത്തെങ്ങാണ്ട് ഹിസ്റ്ററി കോൺഗ്രസ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചു പോയിട്ട് ആന്റണിയോട് പറഞ്ഞു, കോൺഗ്രസ് വളർന്ന വീട്. കോൺഗ്രസ് പിന്നെ വളർന്നു വെച്ചു. അതിനേക്കാളും വലിയ വിറ്റ് സൗദി അറേബ്യയിൽ മുമ്പ് ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ വായിക്കുക, പടച്ചോനെ അരിവാൾ ഇവിടെ പക്ഷെ അതൊക്കെ മൂപ്പരെ പറ്റി പറഞ്ഞാലും മൂപ്പർക്ക് നല്ല സെൻസ് ചെയ്തിട്ടു, കോമൺ സെൻസ് ചെയ്ത്. ഒരു സംസ്കൃതത്തെ പറ്റി കവിയല്ലാതെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവസാനം വാപ്പയുടെ അസംബ്ലി പറഞ്ഞു, ഞാൻ അവർ കവിയല്ലാതെ പറഞ്ഞിട്ടുള്ളൂ, അവർ കവിയത്രിയാണ് ഞാൻ. അപ്പൊ ഇത് ആ വിമർശനമൊക്കെ ഉണ്ട്. അതിനോട് എനിക്ക് വൈകുന്നേരത്തെ മീറ്റിംഗ് തിരിച്ചു വരണമായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് സംഘാടകരോട് ചോദിച്ചു, എത്ര മണിക്കാണ് ലാസ്റ്റ് ബസ്? നിങ്ങൾ തട്ടിക്കോ, ലാസ്റ്റ് ബസ് കൂടെ ഉണ്ട്. ലാസ്റ്റ് ബസ് കൂടെ ഉണ്ട്. ഞാൻ കൂടെ കൂടിയ അതെ, 6:30 മണിക്ക് സ്റ്റേറ്റ് ബസ്, അത് കഴിഞ്ഞ് ഗോമതി, പിന്നെ കല്യാണി, പിന്നെ രാഗണി, രാത്രി 8 മണി വരെ ലാസ്റ്റ് ബസ്. അവിടെ ലാസ്റ്റ് ബസ് കൂടെ അപ്പൊ എന്തായാലും ഇതൊരു ഔപചാരികതകളില്ലാത്ത ഒരു സദസ്സായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൂടുതൽ അങ്ങോട്ട് ചോദ്യം ഉത്തരം എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവരും രസകരമായി പ്രതികരിച്ചു, രസകരമായി സംസാരിച്ചു.
ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. നമ്മളൊരു ചിരിയുടെ നിങ്ങളെ കുറിച്ചൊക്കെ പറയണ്ടേ ഞങ്ങള്? അല്ല അതുപോലെ അങ്ങനെ പോട്ടെ. അതില് അല്ല ഈ ഗമ്മെന്നുള്ള പരിപാടിയിൽ നിങ്ങൾ നടത്തുന്ന ആ കണ്ണൂർ ഭാഷ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്കുകളും അതുപോലെ ചില നോട്ടങ്ങളും അതിപ്പോ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ഭയങ്കര ഒരു സംഭവം. ഏകാണ്ടായിട്ടുള്ള അഭിപ്രായം. അപ്പോ ഭൂരിപക്ഷ അഭിപ്രായത്തോടു കൂടി അത് പാസ്സാക്കിയിരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ചിരിയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വെറുതെയെങ്കിലും നമ്മളിങ്ങനെ തമാശകൾ പറയാതെ കുറെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിരിപ്പിക്കുന്നവർ വരും, തമാശക്കാർ മാത്രമല്ല. അതിന് മുന്നിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏറ്റവും പ്രമാണിയായ അധികാരിയെ ഏറ്റവും ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ അതുവരെ നമ്മൾ സ്വീകരിച്ച ഒരു തലമുറയും കാലവുമാണ് നമ്മുടേത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്ര നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.